സ്ക്രീനിൽ ഓരോ വിഷ്വൽ വരും. അപ്പോൾ അവർക്ക് ഞാൻ ഇന്ന് ഡബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഫോട്ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ബലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്തി പോകുന്ന ഒരു ബലൂണാണ്. ഇതിൽ നിറച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹീലിയം ആണ്. എത്രയോ ഹീറോമാരെ കണ്ടുവരിക ലളിത ചേച്ചിക്ക് അത് അനുഭവം അറിയാം. പറയുന്ന സീസാർ സെറ്റിൽ വരും ചിലർ അറിയാറില്ല. പറയുന്ന സീസാർ വെയിറ്റ് ചെയ്യുന്നതിൽ വിഷയമൊന്നുമല്ല. मेरे प्यारे देशवासियों, दुनिया में दिन वर्षों में പ്രവചിക്കുക ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരം സംസ്ഥാന സർക്കാർ നിങ്ങൾ എന്താണ് ഉപദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാനാണ്. ഇതിലെനിക്ക് പേഴ്സണലി വളരെ നല്ല കാര്യമുണ്ട്. കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പ്രവചിച്ചല്ലോ, നമ്മൾ ടീമിൻ്റെ കാര്യത്തിൽ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ടീമിലുള്ള ആൾക്കാരെ നോക്കുക, ഒരു മൈൻഡ് സെറ്റ് നോക്കുക, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ്, അതല്ലേ ഡയറക്ടർ സിനിമയിൽ ചെയ്യുന്നത് വെച്ചാൽ. Kohli drives through the covers into the fence like a tracer bullet. This is a hashtag like a tracer bullet challenge. ഞാൻ എപ്പോഴും വിചാരിക്കുള്ളത് നമുക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരോട് നമുക്ക് കടപ്പാടുണ്ടാവണം. പക്ഷെ നമ്മളൊരിക്കലും കടപ്പാട് പ്രതീക്ഷിക്കരുത്. അത് നമുക്ക് തന്നെ ഭാരമാണ്. കാക്കയ്ക്ക് തർക്കുറ്റി പൊന്തിച്ചാണ് താറുകളെ. ഈ പഴഞ്ചൊല്ലി സിറ്റുവേഷനായിട്ട് ഒരു ബന്ധമില്ല. ആൾക്കാർ കത്തിക്കുന്നു, രാജ്യങ്ങള് കത്തിക്കുന്നു. ഇവിടെ ഒരു സിഗരറ്റ് കത്തിച്ച വലിയ പ്രശ്നം. ഇപ്പൊ പോലെയല്ലേ ഞാൻ തല്ലില്ലെന്ന് ഞാൻ കൊല്ലുള്ളൂ. ആ തരിക കുറച്ചും കൂടി സീരിയസ് ആണ് ചോദിക്കുക. റൂം ആളിലെ പേഷ്യൻറ്റിന് ഇന്നലെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. എം എ യൂസഫലി കടലെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതേ പ്രാരാധക്കുള്ള ആളായിരുന്നു. ആൾക്ക് പാഷനും ആൾക്കൊരു വിഷനും ഉള്ളത് കൊണ്ടാണ് അയാൾ ഇന്ന് നടന്ന എം എ യൂസഫലി ആയത്. 28 വർഷം 28 വർഷം എൻ്റെ കാത്തിരിപ്പാണ്. കൊച്ചിയിൽ നടന്ന ഡോക്ടർസുകാരന് മുൻപിൽ പോലീസുമല്ല, റെയിലിൽ നിന്ന് കടന്നു വന്നൊരു കൈതി. അവൻ്റെ പേര് റോളക്സ്, അവൻ്റെ പേര് ഡില്ലി. ഇടമോനെ മറ്റേ തോട്ടസുധീൻ്റെ കൂടെ പഠിച്ചത്. അപ്പം പഠിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? ബെൻസിയുടെ കാഴ്ചകളായിട്ട് അവന്മാർ ഓടി വരുന്ന സമയത്ത് നീ റബ്ബറും കാട്ടിൽ കൂടെ സ്ലോ മോഷനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നീ ഫോണിലാരും വിടും. നീ എന്തിനാ പാരാന്റെ ആളെ വിട്ട് വീട്ടിൽ കയറി ചെന്നമാരി കൊണ്ടോളോട് സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒന്ന് ചീട്ടി കരുത്തി ചായ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി? പറ്റിയാരും വരും. ശനിയാഴ്ച വന്ന സ്ഥിതിക്ക് ടോക്കൺ വാങ്ങി പറ്റിയാക്കി. ഇന്ത്യയിൽ നിന്ന് ടോക്കൺ മേടിച്ച് നിശ്ചിതാർക്കും മേടിച്ച് കൊടുക്കൂല. ഞാൻ ആൾക്കാർ നൈസാവുന്നത് നമ്മൾ ഇഷ്ടനെ കൊണ്ടല്ല, ഒരു നൈസ് ആൾക്കാരെ കൊണ്ടാണ്. എന്റെ നോവലേക്കണ്ട സമയം സൗകര്യം രാശിക്കുന്നത് തനിക്കാനാണോ നിനക്ക് നിറച്ചത്? കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണേ. ഓരോ കൊലപാതകം കഴിഞ്ഞ് ഞാൻ 1-2 കൊല്ലം അവധി എടുത്തു. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിച്ചു. റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്നു. വേട്ട അവസാനിച്ചു നിരങ്ങളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എന്റെ കുടുംബം നോക്കാൻ എനിക്ക് അറിയാടാ. നീ തുറക്കാരെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നോക്കിക്കോളും ചതിക്കും. ഇത് തീർച്ചയായിട്ടും ചതിക്കും. നിന്റെ പറമ്പൊന്നല്ലല്ല ഒക്കെ കൂടി അടിച്ചു പൊട്ടിച്ചാളെ ഞാൻ. മോനെ ഭീമ, നിന്റെ അടുത്ത് 2 കല്ലടിക്ക് വെക്കാൻ പറഞ്ഞപ്പോ നീ അവിടെ കൊണ്ടേ വാർത്ത വെച്ചല്ലടാ. എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാനാണ് നാട്ടുകാർക്ക് പൈസ ഒക്കെ മേടിച്ചത്. ഞാനാണ് 27 ആൾക്കാർ പൈസ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കാരണമാണോ? സോ ബിക്കോസ് ഓഫ് മീ. എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും പറഞ്ഞതിനും അർഹതയുണ്ടോ? സ്വയം ചോദിച്ചു. നീ എങ്ങനെ പോലീസാടാ? കൊല്ലം എൻ്റെ ഇത്രയും കാലത്ത് സർവീസ് എനിക്ക് ഞാൻ പോലൊരു ക്രിമിനലിനെ കണ്ടിട്ടുണ്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ വാശി തീർക്കുന്ന സ്വഭാവം നിനക്ക് നല്ലതല്ലല്ലോ. അതിനെന്താ സന്തോഷമുള്ള ചിലപ്പോൾ കാശിന് മാത്രമുള്ള പണിയല്ല. ഇത് തൃപ്തിയുണ്ട്. കാശും പറ്റോ കലമാരി വെച്ച് പൂട്ടിയിട്ട് മനുഷ്യൻ്റെ ഒരു ഉറക്കമുണ്ട് ഭൂതം നിധി കാക്കുന്ന പോലെ.
അല്ല, സാറ് പറഞ്ഞു വരുന്നത് ഒരു കോംപ്രമൈസിനെ കുറിച്ചാണ്. എന്താണോ വെച്ച് താമസിപ്പിക്കല നേരെ പാടോ. താനെന്ത് പണിയാണ് കാണിച്ചത്? അവന്റെ അപ്പീലിന്റെ സ്റ്റേ ഉണ്ട്, കട പൊളിക്കണ്ട. പബ്ലിക് സർവന്റ് പബ്ലിക്കിനോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മര്യാദയ്ക്ക് ഇടപെടണം. ഇല്ലേൽ ഇടിച്ച അച്ചാരങ്ങളെ എന്നെ പോലുള്ള പബ്ലിക്, മനസ്സിലായ? പറയുന്നു. ഇത് നാവണക്കട, ഇതെന്റെ വീടാ. എനിക്ക് തൊള്ളാൻ കഴിവരും പോകും. അത്രയ്ക്ക് ഞങ്ങുണ്ടെങ്കിൽ തന്നെ ചെയ്ത് കാണിച്ചു. 5-3 എന്നെ മുമ്പിൽ കണ്ടുവരുന്നത് എങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ವಾಳ ಪಾತ್ರ ಗೊತ್ತಿನಾರೆ ನಿಮ್ಮ ಜಾಗರ ನಾನು ಧರಿಸಿಕೊಡ್ತೀನಿ, ಅವ್ರಿಗೂ ಜಾಗ ನಾನು ನಿಮಗೆ ಧರಿಸಿಕೊಡ್ತೀನಿ. ಆದ್ರೆ ನಾನು ಅವ್ರಿಗೆ ನಿಮ್ಮ ಓಟನ್ನು ನಾವು ಧರಿಸಿ ಕೊಡುವುದು ಗೊತ್ತಿನಾರೆ. I need you to be strong. Strong heart. தேவையில்லாம அம்மா பயத்துல எடுக்காத. அவளுக்கு இதெல்லாம் தெரியாது, அவளுக்கு மைத்துல தெரியாது. அவளுக்கு திமிரு புடியாதாண்டா. இத்தனை காவல் நினைச்சு இப்ப கூட சேர்ந்து டிராமா எடுத்துருக்கானே. அவன் என்ன டிராமா என்ன அவளுக்கு இதெல்லாம் தெரியாதுப்பா. ஒருத்தனை கொல்லான்னு கூப்பிட்டு அவனை உட்கார வச்சு அவனுக்கு டீ கொடுத்து ஐயா சார் உன்னை கொல்ல போகிற ஒரு பெருமிச்சு கேட்டு ஒரே ஆள் இல்லை. அதுக்கு ஒரு நாள் நீ என்கிட்ட அது என்னடா சொன்னாவ? என்ன பிடிச்சவனெல்லாம் கொல்ல போறானா? டேய் என்ன பிடிச்சவனெல்லாம் கோடி பெருக்கண்டா வெளியில. ரோலக்ஸ் அவ பேர் டில்லி. என்ன கூப்பிட்ட? ரோலக்ஸ் ரோலக்ஸ் சார். இனிமேல் சார். எஸ் சார். ஓகே சார். திஸ் சார். சார் now Rolex. All right, it's all right. இந்த மாதிரி நேரத்தில் வீர எல்லாம் அடிக்கடி சொல்ற வார்த்தை என்றது நீடா. ஆரம்பிக்கலாம். Thank you. Thank you so much. Come on, everyone! One name, Mahesh Kundavan. എത്ര വോയിസ് അവൻ ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷെ ചെയ്യണ വോയിസ് എല്ലാം പെർഫെക്ഷൻ, യാതൊരു സംശയമില്ല. Come on, one more round of applause for Mahesh Kundavan.